അയ്യോ, ഇന്ന് ജോലിക്ക് എത്താൻ വേണ്ടി ഒത്തിരി വൈകി. ഇനി യജമാനൻ വഴക്ക് പറയും. ആശ യജമാനന്റെ വീട്ടിലെ ബെല്ലടിച്ചു. യജമാനത്തി സുനിതയുടെ മകൾ വർഷ വളരെ ദേഷ്യത്തോടെ വാതിൽ തുറന്നു. മമ്മി, ആശ ആന്റി വന്നിട്ടുണ്ട്. ആശ, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? എവിടെ പോയി കിടക്കുമായിരുന്നു? ഇനിയിപ്പൊ പാത്രം കഴുകി അടിച്ചു വാരി ഭക്ഷണമൊക്കെ നീ എപ്പത്തേക്ക് ഉണ്ടാക്കും? പിന്നെ ഈ പിങ്കി നിന്റെ കൂടെ എന്തിനാ വന്നേ? ചേച്ചി, പിങ്കിക്ക് പനിയാ. അതുമല്ല, ചേട്ടനാണെങ്കിൽ ജോലിക്കും പോയി. പിന്നെ അമ്മായിയുടെ അടുത്ത് എന്റെ മകനെ രാജുവിനെ ആക്കിയിട്ടാ വന്നത്. അമ്മയ്ക്കും വയ്യാതിരിക്കുക. അതൊക്കെ കൊണ്ടാ ഞാൻ പിന്നെ ലേറ്റ് ആയത് മാഡം. മമ്മി, ആശ ആന്റിയോട് ആദ്യം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. മോളെ ഒരു മിനിറ്റ്, ഞാൻ വേഗം തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാം. എനിക്ക് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കിത്താ. പിന്നെ ചേട്ടന് എനിക്കും വേണ്ടി ആലു പറാഠ ഉണ്ടാക്കുക. അമ്മ, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം തരുമോ? ആ മോളെ, ഇപ്പൊ തരാം. ആശ പിങ്കിക്ക് വെള്ളം കൊടുത്തു. അത് കുടിച്ച് അവൾ അവിടെ കിടന്നുറങ്ങി. അത്രയും നേരം കൊണ്ട് വീട്ടിലെല്ലാവർക്കും ഭക്ഷണവും ഉണ്ടാക്കി, വീടും വൃത്തിയാക്കി, പണിയെല്ലാം വേഗം കഴിച്ച് പിങ്കിയുടെ കൂടെ വീട്ടിൽ തിരിച്ചുപോയി. അങ്ങനെ കുറച്ചു ദിവസത്തേക്ക് പിങ്കിയെയും കൂട്ടിയാണ് ആശ ജോലിക്ക് പോയത്. ആശ, ഇനി എത്ര ദിവസം ഇവളെ കൊണ്ടുവരും? ഇവളെ നീ എന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുകൊണ്ട് വർഷയ്ക്ക് ഇനി എന്തെങ്കിലും അസുഖം വരുവാന്ന് എന്റെ പേടി. ചേച്ചി, ഇപ്പൊ ഇവളുടെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. നാളെ മുതൽ ഇവൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ. അടുത്ത ദിവസം മുതൽ പിങ്കിയെ അവൾ വീട്ടിൽ തന്നെ നിർത്തി വന്നു. പിന്നെ എല്ലാ ദിവസവും അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ആശയുടെ ഭർത്താവിന്റെ ജോലിയും കുറഞ്ഞു. ഇതുകൊണ്ട് വീട്ടിൽ പൈസയ്ക്ക് ദാരിദ്ര്യവുമായി. അമ്മേ, കുട്ടി രാവിലെ മുതൽ വിശന്നിരിക്കുക. വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഒന്നുമില്ല. ഇപ്പൊ അവര് രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുക. ഞാൻ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും പൈസ കിട്ടുമോ നോക്കി വരാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കാം. ശരി മോളെ, പെട്ടെന്ന് വായോ. ഇത്രയും പറഞ്ഞ് ആശ ജോലിക്ക് പോയി. ജോലിയുടെ ഇടയിലാണെങ്കിലും ആശയുടെ മനസ്സിൽ കുട്ടികളെക്കുറിച്ചുള്ള വിചാരങ്ങൾ മാത്രമായിരുന്നു. അവൾ ആദ്യം വിചാരിച്ചു കുറച്ച് റൊട്ടിയെടുത്ത് ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകാമെന്ന്. പക്ഷെ അവളുടെ സത്യസന്ധത അത് ചെയ്യാൻ ഒട്ടും അനുവദിച്ചില്ല. പക്ഷെ രാത്രിയിലെ റൊട്ടി അവൾ സാരിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ആശ ഇതുപോലെ ചെയ്യുന്നത് വർഷ ഇത് കണ്ടു. അമ്മേ, ആന്റി എന്തോ കട്ടുകൊണ്ടു പോകുന്നുണ്ട്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത്? നീ എന്തേ പറയുന്നേ? ആശ, നീ എന്താ ഒളിച്ചുകൊണ്ട് പോകുന്നത്? കാണിക്ക്, നിന്റെ സാരിത്തുമ്പ തുറന്നേ. ചേച്ചി, ഒന്നുമില്ല ചേച്ചി. സുനിത സാരിത്തുമ്പ തുറന്നപ്പോ കണ്ടത് ഇന്നലത്തെ ചപ്പാത്തി തറയിൽ വീണ് കിടക്കുന്നതാണ്. ഇതെന്താ ആശ, നീ റൊട്ടി കട്ടോണ്ട് പോവുകയാണോ ചെയ്യുന്നത്? ചേച്ചി, ഞാൻ റൊട്ടി കട്ടോണ്ട് പോയതല്ല. ഈ ഉണങ്ങിയ റൊട്ടി പശുവിന് വേണ്ടിയിട്ടായിരുന്നു. ആശ പേടിച്ചുപോയി. കാരണം ഇതുപോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവളുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന്. അതുകൊണ്ട് അവൾക്ക് നുണ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. ആശ, നീ എന്റെ അടുത്ത് അഡ്വാൻസ് കുറച്ച് കാശ് ചോദിച്ചിരുന്നില്ലേ? ഇന്നത്. സുനിതയുടെ ഭർത്താവ് ആശയ്ക്ക് പൈസ കൊടുക്കുന്നത് കണ്ടപ്പോ സുനിത അത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു. അങ്ങനെ ദേഷ്യത്തിൽ അവളെ ചീത്ത പറയാനും തുടങ്ങി. ഇങ്ങനെ പൈസ ഒന്നും അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇല്ലില്ല, നിനക്ക് പൈസയൊന്നുമില്ല, നീ പോ. ഒറ്റ പൈസ ഞാൻ തരില്ല. പിന്നെ വീടിന്റെ മുകളിൽ ചീത്തയായിട്ടിരിക്കുന്ന ടാങ്കില്ലേ, അത് കൊടുത്ത് പൈസയും വാങ്ങിക്കാനായിട്ട് മറക്കരുത്. എത്ര ദിവസമായി നിന്നോട് പറയാൻ തുടങ്ങിയിട്ട്? പൈസ വാങ്ങിക്കാൻ മാത്രം നിനക്ക് ഓർമ്മയുള്ളൂ. കാര്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ വയ്യ അല്ലേ? ചേച്ചി, ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളാം. സുനിത, ഇത്രയും വലിയ ടാങ്ക് ഒറ്റയ്ക്ക് ആശ എങ്ങനെ കൊണ്ടുപോകും? ഒരു കൂലിപ്പണിക്കാരനെ വിളിക്കാം. ഇത്രയും പൈസ വാങ്ങിക്കുമ്പോഴേ ജോലിയും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. എത്ര പൈസ വാങ്ങിക്കുന്നതല്ലേ, അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക തന്നെ വേണം. സുനിതയ്ക്ക് ആ പാവപ്പെട്ട ആശയുടെ മേൽ ഒരു ദയയും ഉണ്ടായിരുന്നില്ല. ആശയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ആ വാട്ടർ ടാങ്ക് വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. പക്ഷേ ആ ടാങ്കിന്റെ കടയാണെങ്കിലോ അടഞ്ഞും കിടക്കുകയായിരുന്നു. ആശ ആ ടാങ്ക് എടുത്ത് വീട്ടിലേക്ക് വന്നു. അവളുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെയായിരുന്നു. വീട്ടിലെ സകല സാധനങ്ങളും പുറത്ത് വലിച്ചെറിയപ്പെട്ടിരുന്നു. ആ വീട്ടുടമസ്ഥനാണെങ്കിൽ എല്ലാവരെയും വീടിന് പുറത്താക്കുകയും ചെയ്തു. ഈ വീട് ഞാൻ വേറെ ആൾക്ക് കൊടുക്കാൻ പോവാണ്. എനിക്ക് കൂടുതൽ വാടക കിട്ടുമ്പോൾ പിന്നെ ഞാനെന്തിനാ നിനക്ക് വീട് തരേണ്ടത്? ഇറങ്ങി പൊക്കോളണം ഇവിടുന്ന്. ഇപ്പൊ തന്നെ ഇറങ്ങി പൊക്കോളണം. കഴിഞ്ഞ 2 മാസമായിട്ട് പറയണം നിന്റെ ഭാര്യയോട് വേറെ എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് നോക്കിക്കോളാൻ. പക്ഷെ അവൾ എന്റെ വാക്ക് കേട്ടതുപോലില്ല. രാജേഷ് മുതലാളി, ആശപ്പ് വരുന്നതുണ്ടാവുള്ളൂ. എനിക്കിപ്പോ ഒരു കൂലിപ്പണി പോലും കിട്ടുന്നില്ല. എനിക്ക് കുറച്ച് സാവകാശം കൂടി തന്നുകൂടെ? എനിക്ക് ജോലി കിട്ടിയ ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ വാടക മുഴുവൻ തന്നു തീർക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നാളത്തോട് വേറെ വാടകക്കാർ വരും. ഞാൻ അവരുടെ അഡ്വാൻസ് പൈസ മേടിച്ചു. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്തള്ളേണ്ടി വരും. അയ്യോ രാജേഷ് ഏട്ടാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. നാളെയോ മറ്റന്നാളായിട്ട് മൊത്തം പൈസ തരാൻ ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടുന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോക്കോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ആ വീട്ടുടമസ്ഥൻ അവരുടെ കണ്ണീരൊന്നും കാണാത്ത പോലെ തന്നെ പെരുമാറി. ആ സമയത്ത് ആശയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. ഇപ്പോ ആശയ്ക്കും കുടുംബത്തിനും താമസിക്കാനായിട്ട് ഒരു വീടില്ലാത്ത അവസ്ഥയായി. അച്ഛാ, നന്നായിട്ട് മഴ പെയ്യുന്നു. ഞാൻ നനയുന്നുണ്ട്, തണുക്കുന്നുണ്ട് അച്ഛാ. എന്റെ ദൈവമേ, ഇനി എവിടെ പോയി ജീവിക്കും? ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഭഗവാനെ. ഈ മഴ നനഞ്ഞ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വരും. ആ സമയത്ത് ആശയുടെ ഫോൺ ബെല്ലടിച്ചു. യജമാനനായിരുന്നു. ഹലോ ആശ, വാട്ടർ ടാങ്ക് വിറ്റായിരുന്നോ? എത്രയ്ക്കാ പോയേ? ചേച്ചി, അത് ഹലോ. മഴ നനഞ്ഞ് ആശയുടെ മൊബൈൽ ചീത്തയാവുകയും കൂടി ചെയ്തു. ചീത്തയായതുകൊണ്ട് സൗണ്ടും കേൾക്കുന്നുണ്ടായില്ല. ഫോൺ കട്ടാവുകയും ചെയ്തു. ഇനി പുതിയൊരു വീട് കിട്ടുന്നത് വരെ ഈ വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ കുട്ടികളെ കൊണ്ടിരിക്കാം അമ്മേ. അങ്ങനെ ഈ മഴ നനയുന്നതെങ്കിലും നമുക്ക് തടയാമല്ലോ. എന്താ നീ പറയുന്നത്? നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഇനി വാട്ടർ ടാങ്ക് ആണോ ആശ്രയം? നമുക്ക് വേറെ ഒരു വഴിയില്ല അമ്മേ.
നമ്മുടെ കയ്യിൽ ഇനി പൈസ കിട്ടുന്നത് വരെ നമുക്ക് ഈ വാട്ടർ ടാങ്കിൽ തന്നെ നിൽക്കേണ്ടി വരും അമ്മേ. ആശയുടെ അടുത്ത് വേറൊരു വഴിയുണ്ടായിരുന്നില്ല. ആശ ആ വാട്ടർ ടാങ്ക് മുറിച്ച് ഒരു വാതിലുണ്ടാക്കി അതിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അന്നത്തെ ദിവസം നന്നായി മഴ പെയ്തു. അന്നത്തെ ദിവസം രാത്രി അവരെല്ലാവരും ആ കുടുംബത്തോടെ ആ ടാങ്കിനുള്ളിൽ കഴിഞ്ഞു. അടുത്ത ദിവസം ആശയുടെ ഭർത്താവ് ജോലി തേടി പുറത്തേക്ക് പോയി. പിന്നെ ആശ വീണ്ടും ജോലിക്കും വന്നു. ആശയ്ക്ക് വീണ്ടും ഒരു നുണ പറയേണ്ടി വന്നു. ആ ടാങ്ക് പോകുന്ന വഴിക്ക് ആരോ എടുത്തോണ്ട് പോയി എന്ന്. ഇത് കേട്ടപ്പോ യജമാനത്തിക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. നിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? ഇത്രയും വലിയ ടാങ്ക് കൊണ്ടുപോകുമ്പോ നിനക്ക് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ശരി, പോയി നിന്റെ ജോലി നോക്ക്. അമ്മേ, എനിക്കെന്തോ കള്ളത്തരം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആശ ആന്റി ആ വാട്ടർ ടാങ്ക് വിറ്റിട്ട് പൈസ എടുത്ത് നമുക്ക് തരാതിരിക്കുകയാണെന്ന്. വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയതൊന്നും ആയിരിക്കില്ല, വിറ്റതായിരിക്കും. ഇന്ന് ആശാന്റിയുടെ പിറകെ പോണം. എന്നിട്ട് വീട്ടിൽ പോയി നോക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന് അറിയണ്ടേ. അമ്മ പോയിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണം. നീ പറയുന്നത് ശരിയാ. ഞാൻ ഇന്ന് അവളുടെ പിറകെ എന്തായാലും പോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി വരാം. നീയും എന്റെ കൂടെ. അന്ന് ആശ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീടല്ല, ആ പൊട്ടിയ വാട്ടർ ടാങ്കാണ് അവളുടെ വീട്. ഈ സത്യമെല്ലാം മനസ്സിലാക്കിയ അനിതയ്ക്ക് ആ പാവം ആശയോട് വളരെ ദയ തോന്നി. ആ വാട്ടർ ടാങ്കിൽ ജീവിക്കുന്നത് കണ്ട് വിഷമമായി. മോളെ, അവര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല അമ്മേ, ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് താമസിക്കാൻ സ്ഥലമില്ലാന്ന്. അതുകൊണ്ട് ഈ വാട്ടർ ടാങ്കിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് അവർ എന്നോടൊന്നും പറഞ്ഞില്ല അമ്മേ. ഇനി കുറച്ചു ദിവസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ അമ്മേ. അമ്മേ, ഇനി പൈസയാകുമ്പോ വേറൊരു വീട് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതുവരെ നമുക്ക് ഇങ്ങനെ നടക്കാം. ആശയുടെ ഈ അവസ്ഥ കണ്ട് അനിതയ്ക്ക് വളരെ വിഷമമായി. അവൾ അങ്ങനെ ആ വാട്ടർ ടാങ്കിന്റെ അകത്തേക്ക് വന്നു. ആശ, നീ വേറെ വീടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആശ, നിന്നെ ഞാൻ ഒത്തിരി സംശയിച്ചു. നീ ഇത്ര കഷ്ടത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ എല്ലാം കണ്ടില്ലേ. ഇനി മുതൽ എന്റെ വീട്ടിലെ പാർക്കിംഗ് ഏരിയയിലുള്ള റൂമിൽ കഴിഞ്ഞോ? ശരി, വരൂ അമ്മേ. സുനിത തന്റെ വേലക്കാരിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനു ശേഷം അവൾക്ക് താമസിക്കാനായിട്ട് വീടും കൊടുത്തു. ഇതാണ് മനുഷ്യത്വം. നമുക്ക് വേണ്ടി ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഈ കഥയുടെ അർത്ഥം. അമ്മ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. വേഗം വരൂ അച്ഛാ, വിശന്നിട്ട് വയ്യ. അത്രയ്ക്ക് വിശന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയി കഴിച്ചൂടെ? വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛൻ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ഹാ, എങ്കിൽ ശരി, ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് തീർത്താൽ ഇപ്പൊ തന്നെ വരാം. വേഗമാകട്ടെ, അല്ലെങ്കിൽ ആഹാരം തണുത്തു പോവും. കാവ്യ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് ഹരിയ തന്റെ ജോലി തുടർന്നു. ഈ കഥ ഹരിയയുടെ 2 പെൺമക്കളുടെ കഥയാണ്. അവരുടെ പേരാണ് കാവ്യയും കീർത്തിയും. അവർ രണ്ടുപേരും അച്ഛൻ ഹരിയോടും അമ്മ ഗീതയോടുമൊപ്പം ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് വലിയൊരു നിലമുണ്ടായിരുന്നു. അതിന്റെ ഒരു വശത്ത് വലിയൊരു തടാകവും. ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴി, ഈ വയല് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഈ തടാകം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. അച്ഛൻ എന്താണ് ഇത് വിൽക്കാത്തത്? അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂടെ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് മോളെ. ഈ തടാകം നിങ്ങളുടെ മുത്തച്ഛന്റെ ഒരേ ഒരു ഓർമ്മയാണ്. അറിയാമോ, ഒരുപാട് വർഷം കഷ്ടപ്പെട്ട അദ്ദേഹം ഇത് കുഴിച്ചത്. സത്യമായിട്ടും ഇത്രയും വലിയ തടാകം അദ്ദേഹം ഒറ്റയ്ക്ക് കുഴിച്ചെന്നോ? വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ഹരിയയും മക്കളും വീട്ടിലെത്തി. വീട്ടിൽ ഗീത എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി. അവർ ഒന്നിച്ചത് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ, അച്ഛാ പറയൂ, എന്നിട്ട് എന്തുണ്ടായി? ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഴുവൻ കഥയും അറിയണോ? അച്ഛാ പറയുന്നേ. എന്നാ കേട്ടോളൂ. ഒരു നാൾ നമ്മുടെ ഗ്രാമത്തിൽ വലിയ വരൾച്ചയുണ്ടായി. വളരെ കഷ്ടത നിറഞ്ഞ നാളുകളായിരുന്നു അത്. പക്ഷേ ആ സമയത്തും നിങ്ങളുടെ മുത്തശ്ശൻ ധൈര്യം കൈവിട്ടില്ല. ആ വർഷം മഴ പെയ്തില്ലായിരുന്നുവെങ്കിൽ ആരുടെയും പക്കൽ ഒന്നും തന്നെ ബാക്കിയുണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് എന്തുണ്ടായി അച്ഛാ? അപ്പോ അദ്ദേഹം ചിന്തിച്ചു, ഇനി അടുത്ത തവണ ഇതുപോലെ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം കലപ്പയെടുത്ത് തന്റെ വയലിൽ തന്നെ കുഴിയെടുക്കുവാൻ ആരംഭിച്ചു. ഉണങ്ങിയ നിലത്തോ അച്ഛാ? അതെ, ആ ഉണങ്ങിയ നിലത്തിൽ അദ്ദേഹം മണ്ണ് വെട്ടിക്കൊണ്ടേയിരുന്നു. ഗ്രാമത്തിലുള്ളവർ വിചാരിച്ചു അദ്ദേഹത്തിന് വട്ടുപിടിച്ചെന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. മാസങ്ങളോളം അദ്ദേഹം ഒറ്റയ്ക്ക് ആ നിലം കുഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അത് വലിയൊരു കുഴിയും പിന്നീട് അതൊരു തടാകവുമായി മാറി. പിന്നെ അതിൽ നിന്ന് വെള്ളം വന്നോ അച്ഛാ? അങ്ങനെ അങ്ങ് വെള്ളം വരുമോ? അദ്ദേഹം കാത്തിരുന്നു. പിന്നെ മഴ വന്നപ്പോൾ ആളുകൾ അന്തം വിട്ടു. കാരണം മഴയോടൊപ്പം ആ വലിയ കുഴി ഒരു സുന്ദരമായ തടാകമായി മാറിയിരുന്നു. അതിൽ നിറയെ വെള്ളവും വന്ന് നിറഞ്ഞു. അപ്പോഴാണ് ഗ്രാമത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ അച്ഛൻ മഴവെള്ളം സംഭരിക്കുവാനുള്ള തടാകമാണ് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കിയത്. അടുത്ത വർഷം മഴ ലഭിക്കുന്നത് വരെ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്നും. അരെ വാ, മുത്തശ്ശൻ കലക്കിയല്ലോ. ഇന്ന് നിങ്ങളുടെ മുത്തശ്ശൻ നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ അദ്ദേഹം തന്ന ആ തടാകമുണ്ട്, പിന്നെ ആ പാഠം.
കഷ്ടതയുടെ സമയത്തും ആത്മവിശ്വാസം കൈവിടരുതെന്ന്. രണ്ടും നമ്മുടെ കൂടെയുണ്ട്. ഹാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അച്ഛാ. ഓ ഓ ഓ നിങ്ങളുടെ കഥ കഴിഞ്ഞെങ്കിൽ ഇനി ആഹാരം കഴിക്കൂ. ഭക്ഷണം മുഴുവൻ തണുത്തു തുടങ്ങി. അച്ഛാ, അമ്മ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അത് സാരമില്ല. കഷ്ടതയുടെ സമയത്ത് തോറ്റു കൊടുക്കാൻ പാടില്ല. വേഗം കഴിച്ചോ, കാര്യം കൈവിട്ടു പോകുന്നതിന് മുമ്പ്. കാവ്യയും ഹരിയായും അടക്കി ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു വർഷം അവരുടെ ഗ്രാമത്തിൽ പിന്നെയും വരൾച്ചയുണ്ടായി. കുടുംബം വളരെ കഷ്ടതയിലായിരുന്നു. ഹരിയായ്ക്കും രോഗം പിടിപെട്ടു. ചൂടും അസുഖവും കൊണ്ട് ഹരിയായും തടാകവും രണ്ടും വരണ്ടു വന്നു. ഹരിയായുടെ രോഗം ദിനംപ്രതി കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം, അമ്മേ, നിങ്ങൾ വിഷമിക്കാതിരിക്ക്, നമുക്ക് അച്ഛനെ പട്ടണത്തിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ എവിടെയാണ് അത്രയ്ക്കും പണം? നമുക്ക് കടം വാങ്ങാം അമ്മേ. ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് ആ പലിശക്കാരനോട് സംസാരിക്കാം. അയാൾ ഭയങ്കര അഹങ്കാരിയാണ് കീർത്തി. നീ സൂക്ഷിക്കണം കുഞ്ഞേ. കീർത്തി ഗ്രാമത്തിലെ പലിശക്കാരന്റെ അടുത്ത് ചെന്ന് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയിക്കുന്നു. ഹരിയ നല്ലൊരു മനുഷ്യനാ. അതുകൊണ്ട് ഞാൻ നിനക്ക് പണം കടം നൽകാം. പക്ഷെ പകരം നീ ഇവിടെ എന്തു വയ്ക്കും? പറയൂ. ഞങ്ങളുടെ പക്കൽ ഒരു തടാകം മാത്രമാണുള്ളത് ഭാൻസിംഗ് ജി. അതെ, ആർക്കും വേണ്ടാത്ത തരിശായ തടാകം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കൊച്ചെ? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വയലിന്റെ പ്രമാണം കൊണ്ടുവരൂ. എന്നിട്ട് 2 ലക്ഷം രൂപ എടുത്തോളൂ. സമ്മതിച്ചോ? കീർത്തി അവരുടെ വയലിന്റെ പ്രമാണം ഈടുവയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അതായിരുന്നു അവരുടെ ഏക വരുമാന മാർഗം. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ അവൾ തങ്ങളുടെ നിലത്തിന്റെ പ്രമാണം ഭാൻസിംഗിനെ ഏൽപ്പിച്ച് 2 ലക്ഷം രൂപ കടമായി കൈപ്പറ്റി. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അച്ഛന് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയും. അച്ഛൻ പഴയതുപോലെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ആവട്ടെ. കുറച്ചു സമയത്തിന് ശേഷം അവരെല്ലാവരും ബസ്സിൽ കയറി പട്ടണത്തിലേക്ക് യാത്രയായി. പട്ടണത്തിലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഹരിയയുടെ കിഡ്നി തകരാറിലാണെന്നും അതിന്റെ ചികിത്സയ്ക്കായി 4 ലക്ഷം രൂപ ആവശ്യമാണെന്നും. അത് കേട്ട് 2 പെൺകുട്ടികളും വിഷമിക്കുന്നു. ചികിത്സയ്ക്കായുള്ള ബാക്കി തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അവർ ആകുലപ്പെടുന്നു. കീർത്തി, നീ ഒരു കാര്യം ചെയ്യ്. കാവ്യയും കൂട്ടി വീട്ടിലേക്ക് പോകൂ. അവിടെ ചെറിയ മുറിയിൽ ഒരു പഴയ പെട്ടിയുണ്ട്. അതിൽ എന്റെ കുറച്ച് ആഭരണങ്ങളുണ്ട്. വേഗം പോയി അതെല്ലാം എടുത്തുകൊണ്ടുവാ. അതുകൊണ്ട് എന്താവാനാണ്? നമുക്ക് ഇനിയും 2 ലക്ഷം രൂപ കൂടെ വേണം. അത് കുറച്ചെങ്കിലും ആകുമല്ലോ. ബാക്കി നമുക്ക് നോക്കാം. ഗീതയുടെ വാക്കുകൾ മാനിച്ച് 2 പേരും തിരിച്ചു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവർ വീട്ടിലെത്തിയ ഉടൻ തന്നെ ഗീത പറഞ്ഞ പെട്ടി തുറന്നു നോക്കുന്നു. അവരാദ്യമായിട്ടാണ് ആ പെട്ടി തുറക്കുന്നത്. തുറന്നപ്പോൾ തന്നെ പെട്ടിയിൽ നിന്ന് കുറച്ച് മണ്ണ് പുറത്തു വന്നു. പിന്നെ ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഗീതയുടെ കുറച്ച് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇതെന്റെ അമ്മയുടെ കല്യാണ ആഭരണങ്ങളാണ്. ഇതും വിൽക്കേണ്ടി വന്നല്ലോ. ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. അപ്പോഴാണ് കാവ്യയുടെ കണ്ണുകളിൽ പെട്ടിയുടെ താഴെയുള്ള ഉയർന്നിരിക്കുന്ന ഭാഗം ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ പെട്ടിക്കിടയിലുണ്ടായിരുന്ന ഒരു തടികഷ്ണം മാറ്റിയപ്പോൾ അവൾക്കൊരു ചെറിയ പെട്ടി ലഭിച്ചു. കീർത്തി, ഇതെന്താണ് ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അറിയില്ല, നമുക്ക് തുറന്നു നോക്കാം. കീർത്തി ആ ബോക്സ് തുറന്നപ്പോൾ അതിൽ നിന്നൊരു വലിയ താക്കോലും കൂടെ ഒരു കത്തും കിട്ടി. ആ കത്ത് അവരുടെ മുത്തശ്ശൻ തന്റെ മകൻ ഹരിയയ്ക്ക് എഴുതിയതായിരുന്നു. കീർത്തി ആ കത്ത് വായിക്കാൻ തുടങ്ങി. മോനെ ഹരിയ, എനിക്കറിയാം നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് വയസ്സായി. പിന്നെ എന്റെ ഈ രോഗം എന്നെയും കൊണ്ടേ പോകുകയുള്ളൂ. നീ നിന്റെ ജീവിതത്തിലെ സമ്പാദ്യമെല്ലാം എന്റെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. പക്ഷേ ഇത് ശരിയായ കാര്യമല്ല. ഇനി നിന്റെ കുഞ്ഞുങ്ങൾക്കും പൈസയുടെ ആവശ്യമുണ്ടാകില്ലേ? ഞാനൊരു രഹസ്യം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് പണം ആവശ്യമായി വരുമ്പോൾ അവർക്ക് ഉപകരിക്കും. തടാകം കുഴിക്കുന്ന സമയത്ത് എനിക്കൊരു നിധി കിട്ടിയിരുന്നു. ഈ ചാവി നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാകും. ഈ ചാവി ശരിക്കും എന്റെ ഹൃദയത്തിന്റെ ചാവിയാണെന്ന് മാത്രം ഓർക്കുക. ഇനി മുത്തശ്ശൻ എവിടെയെങ്കിലും പൈസയോ ആഭരണങ്ങളോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകോ? കാവ്യ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് മുത്തശ്ശന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം അത് അച്ഛനും നമ്മൾക്കും വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ ത്യാഗം ചെയ്തു. പക്ഷെ അച്ഛന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ കഴിയും? ഈ പെട്ടി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടത്? പക്ഷെ കീർത്തി, ഈ കത്തിന്റെ അവസാനം ഒരു പസിലാണല്ലോ. ഇപ്പോൾ മുത്തശ്ശന്റെ ഹൃദയം എങ്ങനെയാണ് കണ്ടെത്തുക? ബുദ്ധു, അതിലൊരു സൂചനയില്ലേ? ചാവി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെയാണെന്നല്ലേ? അതിനർത്ഥം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടത് എന്തോ ഒന്നിന്റെ. മുത്തച്ഛന് പ്രിയപ്പെട്ടത് അച്ഛനല്ലേ? പക്ഷെ അച്ഛൻ എന്തിനാണ് ചാവി? മറ്റെന്തെങ്കിലും ചിന്തിക്കൂ. ചേച്ചി, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആ തടാകമാണ്. സബാഷ്, ശരിയാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും വലിപ്പമുള്ള തടാകത്തിൽ നമ്മൾ എങ്ങനെയാണ് ചാവി ഇടുക? ചിന്തിച്ചു നോക്ക്. ചേച്ചി, ചാവി തീർച്ചയായും ഒരു പൂട്ടിന്റേതായിരിക്കും. പൂട്ട് തീർച്ചയായും ഒരു സാധനം സംരക്ഷിക്കുന്നുണ്ടാകും.
ഏതെങ്കിലും പഴയ പെട്ടി പോലെ. പക്ഷെ അങ്ങനെ ഒരു പഴയ പെട്ടി തടാകത്തിൽ നിന്ന് എങ്ങനെ കണ്ടെത്തും? അതിന് ഒരുപാട് സമയവും എടുക്കും. പണം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണിപ്പോ ചെയ്യുക? കിട്ടിപ്പോയി. സമ്മതിച്ചു. മുത്തച്ഛൻ വളരെ ബുദ്ധിമാനായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു സൂചനയിൽ തന്നെ 2 തരങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ശരീരത്തിന്റെ ഒത്ത നടുക്ക്. നമ്മൾ തടാകത്തിന്റെ നടുവിലാണ് കുഴിച്ചു നോക്കേണ്ടത്. വാവ് ചേച്ചി, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, മുത്തശ്ശൻ വളരെ ബുദ്ധിശാലിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു വരും തലമുറയും ബുദ്ധിശാലികളായിരിക്കുമെന്ന്. നമ്മൾ രണ്ടുപേരും ഇത്രയും ട്രിക്കി പസിലിന് ഉത്തരം കണ്ടെത്തിയില്ലേ? കാവ്യയുടെ വാക്കുകൾ കേട്ട് കീർത്തി പുഞ്ചിരിച്ചു. അങ്ങനെ രാത്രി അവർ തടാകത്തിൽ കുഴിയെടുക്കാൻ ആരംഭിച്ചു. കുറച്ചു കുഴിച്ചപ്പോൾ തന്നെ അവർക്ക് അവിടെ നിന്നും ഒരു പെട്ടി ലഭിച്ചു. അത് തുറന്നപ്പോൾ അതിൽ നിറയെ സ്വർണത്തിന്റെ നാണയങ്ങളായിരുന്നു. ചേച്ചി, ഇത് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണോ? ഹാ കാവ്യ, ഇതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. മുത്തശ്ശൻ നമ്മെ വിട്ടു പോയെങ്കിലും പോകും മുന്നേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. അടുത്ത ദിവസം കീർത്തി കുറച്ച് നാണയങ്ങൾ അടുത്തുള്ള സ്വർണ്ണക്കടക്കാരന് വിറ്റു. അതിനു പകരം കുറെ അധികം പണം വാങ്ങി. അതുകൊണ്ട് ഹരിയയുടെ ചികിത്സയും നടത്തി പലിശക്കാരന്റെ പണവും തിരികെ നൽകി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ, മോളെ, നിന്റെ പക്കൽ ഇത്രയും പൈസ എങ്ങനെ വന്നുവെന്ന് നീ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. കീർത്തി മുത്തശ്ശന്റെ കത്ത് ഹരിയയ്ക്ക് നൽകി. കാവ്യ അവരോട് കഥകളെല്ലാം പറഞ്ഞു. മോളെ, ബാക്കിയുള്ള നാണയങ്ങൾ നമ്മൾ എന്തു ചെയ്യും? അമ്മേ, അത് വിറ്റ് നമുക്ക് ഈ തടാകം വലുതും സുന്ദരവുമാക്കാം. അതിൽ ഭംഗിയുള്ള മീനുകളെയും ഇടാം. അതിനോടടുത്തൊരു പൂന്തോട്ടം ഉണ്ടാക്കി ആളുകൾക്കിരിക്കാനുള്ള സൗകര്യവും ഒരുക്കാം. അവർക്കിവിടെ വന്ന് തടാകത്തിന്റെ കരയിലിരുന്ന് തണുത്ത് ശുദ്ധമായ വെള്ളവും കുടിക്കാം. അത് കണ്ട് മുത്തശ്ശന് സന്തോഷമാകും. Thanks for watching.